എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. മാർച്ച് 27. അമർത്യമായ ആത്മാക്കളെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാനും അധ്വാനിക്കാനും സ്വയം ശൂന്യവൽക്കരിക്കാനും ഞാൻ ആഗ്രഹിച്ചു. ഈ പരിശ്രമം എൻ്റെ ജീവിതത്തെ തന്നെ വെട്ടിച്ചുരുക്കുമെങ്കിലും അതെനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. എൻ്റെ ജീവൻ ഇനി എൻ്റേതല്ല, അത് സമൂഹത്തിനുള്ളതാണ്. എൻ്റെ സമൂഹത്തോട് വിശ്വസ്തത പാലിച്ച് കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും പ്രയോജനമുള്ളവളായി തീരാൻ ഞാൻ അഭിലഷിച്ചു. ഓ ഈശോയെ, ഇന്നെൻ്റെ ആത്മാവ് സഹനത്താൽ കലുഷിതമാണ്. ഒരു ചെറിയ പ്രകാശരശ്മി പോലും അതിന് ലഭിക്കുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ ഉറക്കത്തിലാണ് താനും. ഓ എൻ്റെ ഗുരുവേ, ഞാൻ അങ്ങയെ ഉണർത്തുകയില്ല. അങ്ങയുടെ സുഖനിദ്രയ്ക്ക് ഞാൻ വിഘ്നം വരുത്തുകയില്ല. ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓ ജീവനുള്ള അപ്പമേ, എൻ്റെ ആത്മാവിലെ കഠിനമായ വരൾച്ചയിലും മണിക്കൂറുകളോളം ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഈശോയെ, പരിശുദ്ധ സ്നേഹമേ, ഞാൻ സമാശ്വാസങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ തിരുച്ചിത്തത്താൽ ഞാൻ പരിപോഷിക്കപ്പെടുന്നു. ഓ സർവശക്തനായവനെ, എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അങ്ങേ തിരുച്ചിത്തമാണ്. ലോകം മുഴുവനും എന്നെ ശുശ്രൂഷിക്കാനും എന്നിൽ ആശ്രയിക്കുകയുമാണെന്ന് എനിക്ക് തോന്നുന്നു. ലോകം മുഴുവനും എന്നെ ശുശ്രൂഷിക്കുകയും എന്നിൽ ആശ്രയിക്കുകയുമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓ നാഥ, എൻ്റെ ആത്മാവിൻ്റെ അഭിലാഷങ്ങളെല്ലാം അങ്ങറിയുന്നു. ഈശോയെ, സ്നേഹഗീതങ്ങൾ ആലപിക്കാൻ ഞാൻ അശക്തയാകുമ്പോൾ അങ്ങയുടെ സ്നേഹഭാചനങ്ങളായ ശ്രാഫന്മാരുടെ സ്തുതിഗീതങ്ങളെ ഞാൻ പുകഴ്ത്തുന്നു. അവർ ചെയ്യുന്നത് പോലെ അങ്ങിൽ ലയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ശക്തിക്കും അതിന്മേൽ ആധിപത്യമില്ല. ഇപ്രകാരം ഒരു സ്നേഹം മറ്റൊന്നിലും ഉദിക്കുന്നില്ല. അന്ധകാരത്തെ പ്രകാശിതമാക്കുന്ന മിന്നലൊളി പോലെയാണത്. എന്നാൽ അത് അതിൽ തന്നെ നിലയുറപ്പിക്കുന്നില്ല. ഓ എൻ്റെ നാഥ, നിന്റെ തിരുവിഷ്ടം പോലെ നിന്റെ നിത്യമായ പദ്ധതി അനുസരിച്ചും എന്നെ മെനയുക. ഒരു വ്യക്തി എല്ലാവിധത്തിലും എൻ്റെ പുണ്യത്തെ പരീക്ഷിക്കാൻ തന്നെ ഇറങ്ങിയതായി എനിക്ക് തോന്നുന്നു. ഒരു ദിവസം എന്നെ ഇടനാഴിയെ പിടിച്ചു നിർത്തി എന്നെ കുറ്റപ്പെടുത്താൻ അവൾക്കൊരു അധികാരവുമില്ല. എന്നാലും ചെറിയ ചാപ്പലിൻ്റെ എതിർവശത്ത് അരമണിക്കൂർ സമയം ഉല്ലാസം കഴിഞ്ഞു വരുന്ന മദർ സുപ്പീരിയറിന് വേണ്ടി കാത്തു നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവർ എന്നോട് പറഞ്ഞു തന്ന പല കാര്യങ്ങളെക്കുറിച്ച് മദറിനോട് ഏറ്റു പറയണമെന്നും പറഞ്ഞു. എൻ്റെ മനസ്സിൽ അപ്രകാരം ഒരു ചിന്തയും ഇല്ലായിരുന്നെങ്കിലും അനുസരണത്തിൻ കീഴിൽ ഞാൻ അരമണിക്കൂർ മുഴുവനും മദർ സുപ്പീരിയറിന് വേണ്ടി കാത്തുനിന്നു. എന്നെ കടന്നുപോയ എല്ലാ സിസ്റ്റേഴ്സും എന്നെ ചെറുചിരിയോടെ വീക്ഷിച്ചു. ഞാൻ മദർ സുപ്പീരിയറിനോട് കുറ്റമേറ്റ് പറഞ്ഞപ്പോൾ മദർ എന്നെ എൻ്റെ കുമ്പസാരക്കാരൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഞാൻ കുമ്പസാരിച്ചപ്പോൾ ഇതൊന്നും എൻ്റെ മനസ്സിൽ നിന്നല്ലെന്നും എനിക്ക് അവയെപ്പറ്റി ഒരറിവുമില്ലെന്നും അദ്ദേഹം ഉടനെ മനസ്സിലാക്കി. ഈ വ്യക്തി ഇപ്രകാരം കൽപ്പനകൾ പുറപ്പെടുവിക്കുവാൻ എങ്ങനെ ധൈര്യപ്പെട്ടുവെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഓ ദൈവത്തിൻ്റെ സഭയെ, നീ ഒരു നല്ല അമ്മയാണ്. നിനക്ക് മാത്രമേ ഒരാത്മാവിനെ പരിപാലിക്കാനും വളർത്താനും സാധ്യമാകൂ. ഓ മാതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠയായ സഭയെ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ വിശ്വാസവും സ്നേഹവും എൻ്റെ നീതിയെ തടസ്സപ്പെടുത്തുന്നു. നീ എന്നെ തടയുന്നത് മൂലം എനിക്ക് ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഓ വിശ്വാസമുള്ള ഒരാത്മാവിൻ്റെ ശക്തി എത്ര വലുതാണ്! എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ആരാണ് എന്നോട് ഒന്നാകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, അവിടുത്തെ പറ്റിയുള്ള ചിന്തയാൽ ഞാൻ മണിക്കൂറുകൾ ധ്യാനനിരതയായി ഇരുന്നു പോകും. ഇതെങ്ങനെ സാധ്യമാണ്? അങ്ങ് ദൈവവും ഞാൻ അങ്ങയുടെ സൃഷ്ടി മാത്രവുമാണല്ലോ. അങ്ങ് അമർത്യനായ രാജാവ്, ഞാനോ ദുരിതപ്പെട്ട ഒരു യാചകി. എന്നാൽ ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമാണ്. ഓ നാഥ, അങ്ങയുടെ കൃപയിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് ഈശോയും ഞാനും തമ്മിലുള്ള ഈ വിടവ് നികത്തപ്പെടുക എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഓ ഈശോയെ, ഒരാത്മാവ് ആത്മാർത്ഥമായിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കപടഭക്തിയായി ആരോപിക്കപ്പെടുകയും അതിനെ അവിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതെത്രമാത്രം വേദനിക്കുന്നു. ഓ ഈശോയെ, അങ്ങയുടെ പിതാവിൻ്റെ പ്രീതിക്കായി അങ്ങും ഇതുപോലെ സഹിച്ചല്ലോ. ഒരാളും എൻ്റെ ഹൃദയാവസ്ഥ മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ ഒളിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ,
അങ്ങ് മാത്രം എന്നെ മനസ്സിലാക്കുന്നു. അതിനെ പൂർണ്ണമായും മുഴുവനായും സ്വന്തമാക്കുന്നു. ആരും നമ്മുടെ രഹസ്യം അറിയുന്നില്ല. ഒറ്റ നോട്ടത്താൽ നാം പരസ്പരം മനസ്സിലാക്കുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷം മുതൽ ഞാൻ സന്തോഷവതിയാണ്. അങ്ങയുടെ മഹത്വമാണ് എൻ്റെ നിറവ്. ഓ ഈശോയെ, ഞാൻ ഏറ്റവും പിന്നിലായിരിക്കുമ്പോൾ, ഏറ്റവും ഇളയ അർത്ഥനിക്കും പിന്നിലായിരിക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ സ്ഥാനത്തായിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. കർത്താവ് വിരസമായ ഈ ചെറിയ ഇടുക്കുകളിൽ ഇത്രമാത്രം ആനന്ദം കരുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ജയിലറയിൽ പോലും അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ നിറവ് ഒരു നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഓ നാഥ, ബാഹ്യമായ കാര്യമൊന്നും പരിശുദ്ധമായ സ്നേഹത്തിന് ബാധകമല്ല. അതിനെയെല്ലാം അത് അതിജീവിക്കുന്നു. ജയിലറയുടെ വാതിലുകളോ സ്വർഗത്തിൻ്റെ കവാടങ്ങളോ അതിനെ തടസ്സപ്പെടുത്താൻ മാത്രം ശക്തമല്ല. അത് ദൈവത്തിൽ ചെന്നു ചേരുന്നു. ഒന്നിനും അതിനെ അടക്കി നിർത്താൻ സാധ്യമല്ല. അതിന് ഒരു പ്രതിബന്ധവും തടസ്സമല്ല. ഒരു റാണിയെപ്പോലെ അത് സ്വതന്ത്രയാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും അതിന് സ്വതന്ത്രമായ പ്രവേശനമുണ്ട്. മരണം പോലും അതിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. എൻ്റെ സഹോദരി വാൻഡ ഇന്ന് എന്നെ കാണാൻ വന്നു. അവളുടെ പദ്ധതികളെപ്പറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി. ഇതെങ്ങനെ സാധ്യമാകും? കർത്താവിൻ്റെ മുമ്പിൽ ഒരു മനോഹരമായ കുഞ്ഞ് ആത്മാവാണെങ്കിലും വലിയ അന്ധകാരം അവളെ ഗ്രസിച്ചിരിക്കുന്നു. അവൾക്ക് അവളെ തന്നെ സഹായിക്കാൻ അറിഞ്ഞുകൂടാ. അവൾക്ക് എല്ലാറ്റിനെക്കുറിച്ചും തെറ്റായ കാഴ്ചപ്പാടാണുള്ളത്. നല്ല ദൈവം അവളെ എൻ്റെ പരിപാലനയ്ക്ക് വിട്ടുതന്നു. 2 ആഴ്ച ഞാൻ അവളോടുകൂടി അധ്വാനിച്ചു. എത്രമാത്രം പരിത്യാഗം ഞാൻ ചെയ്യേണ്ടി വന്നു എന്നത് ദൈവം മാത്രം അറിയുന്നു. ഇവളുടെ ആത്മാവിനു വേണ്ടി ചെയ്തതുപോലെ പരിത്യാഗങ്ങളും സഹനങ്ങളും പ്രാർത്ഥനകളും മറ്റാർക്കും വേണ്ടി ദൈവത്തിനു മുമ്പാകെ ഞാൻ സമർപ്പിച്ചിട്ടില്ല. അവൾക്ക് കൃപ നൽകാൻ ഞാൻ ദൈവത്തെ നിർബന്ധിക്കുന്നതായി തോന്നി. ഇവയെപ്പറ്റിയെല്ലാം ചിന്തിക്കുമ്പോൾ അത് തീർത്തും ഒരു അത്ഭുതമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. നോമ്പുകാലത്ത് കർത്താവ് ഈശോയുടെ പീഡാനുഭവം ഞാൻ സ്വന്തം ശരീരത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നു. ഈശോ സഹിച്ചതെല്ലാം എൻ്റെ ഹൃദയത്തിലും അനുഭവിക്കുന്നു. എൻ്റെ സഹനങ്ങൾക്ക് ബാഹ്യമായ യാതൊരു അടയാളവുമില്ല. കുമ്പസാരക്കാരൻ മാത്രം ഇതേപ്പറ്റി അറിയുന്നു. മഠാധിപ മാർഗ്രറ്റുമായുള്ള ഒരു ചെറിയ സംഭാഷണം ആത്മീയ വളർച്ചയ്ക്കുതകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഈ വിശുദ്ധയായ അമ്മ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകി. അവർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇപ്രകാരം ദൈവകൃപയോട് സഹകരിച്ചു പോകുമെങ്കിൽ ദൈവവുമായുള്ള ഗാഢ ഐക്യത്തിൽ നിന്ന് നീ ഒരടി മാത്രം അകലെയാണ്. ഞാൻ അർത്ഥമാക്കുന്നത് നീ മനസ്സിലാക്കുക. അതായത്, കർത്താവിൻ്റെ കൃപയോടുള്ള വിശ്വസ്തതയായിരിക്കണം നിന്റെ സ്വഭാവ സവിശേഷത. എല്ലാ ആത്മാക്കളെയും ദൈവം ഈ പാതയിൽ നയിക്കുന്നില്ല. ഉയർപ്പ്. ഇന്ന് ഉയർപ്പ് കുർബാനയുടെ സമയത്ത് വലിയ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ ഞാൻ കർത്താവീശോയെ കണ്ടു. എൻ്റെ അടുക്കൽ വന്ന് അവിടുന്ന് പറഞ്ഞു, എൻ്റെ കുട്ടികളെ, സമാധാനം നിങ്ങളോടുകൂടെ. അവിടുത്തെ കരമുയർത്തി ആശീർവദിച്ചു. അവിടുത്തെ കയ്യിലും കാലിലും പാർശ്വത്വമുള്ള മുറിവുകൾ വ്യക്തവും പ്രകാശപൂർണവുമായിരുന്നു. എന്നെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി നോക്കിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടുന്ന് നിർലീനയായി. അവിടുന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ പീഡാസഹനത്തിൽ ഒരു വലിയ പങ്ക് നീ വഹിക്കുന്നു. അതിനാൽ എൻ്റെ ആനന്ദത്തിൻ്റെയും മഹത്വത്തിൻ്റെയും വലിയ പങ്ക് ഞാൻ നിനക്ക് ഇപ്പോൾ നൽകുന്നു. ഉയർപ്പ് കുർബാനയുടെ സമയം മുഴുവൻ 1 മിനിറ്റ് നേരമായി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. വിസ്മയകരമായ ഒരു ചിന്തയാൽ എൻ്റെ ആത്മാവ് പൂരിതമായി. ആ ഉയർപ്പ് കാലം മുഴുവൻ അത് നീണ്ടു നിന്നു. ഈശോയുടെ ദയ എത്ര വലുതാണെന്ന് വർണ്ണിക്കാൻ വയ്യ. പിറ്റേ ദിവസം ദിവ്യകാരുണ്യ സ്വീകരണത്തിനു ശേഷം ഞാൻ ഇപ്രകാരം കേട്ടു, എൻ്റെ മകളെ, എൻ്റെ കരുണയുടെ ആഴത്തിലേക്ക് നോക്കുക. കരുണയെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. ലോകം മുഴുവനുമുള്ള എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ആത്മാക്കൾക്ക് എന്നെ തന്നെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകളെ, ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു. എൻ്റെ തിരുനാൾ ദിനം, എൻ്റെ കരുണയുടെ തിരുനാൾ ദിവസം നീ ലോകമെങ്ങും പോയി ബലഹീനരായ എല്ലാ ആത്മാക്കളെയും എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് കൊണ്ടുവരിക. ഞാൻ അവരെ സൗഖ്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. ആഗ്രഹമുണ്ടെങ്കിലും
കൂദാശകൾ സ്വീകരിക്കാൻ സാധിക്കാതെ മരണവേദന അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരാത്മാവിനു വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ അത് വളരെ വൈകിപ്പോയിരുന്നു. അവൾ എൻ്റെ ബന്ധുവായിരുന്നു, അമ്മാവൻ്റെ ഭാര്യ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാത്മാവായിരുന്നു. ആ സമയം ഞങ്ങൾ തമ്മിൽ ഒരകലവും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ പാദാന്തികെ, ഞാൻ അർപ്പിക്കുന്ന കാട്ടുപുഷ്പങ്ങൾ പോലെയാണ് എൻ്റെ അനുദിനമുള്ള പരിത്യാഗങ്ങൾ. അവ അനുഷ്ഠിക്കാൻ ധീരത വേണ്ടിയിരുന്നതിനാൽ ഈ നിസ്സാര പരിത്യാഗ പ്രവൃത്തികളെ വീരോചിതമായ പുണ്യപ്രവൃത്തികളോട് ഞാൻ ചിലപ്പോൾ സാമ്യപ്പെടുത്തിയിരുന്നു. എൻ്റെ സഹനങ്ങളിൽ ഞാൻ സൃഷ്ടികളിൽ നിന്ന് സഹായം തേടിയിരുന്നില്ല. എനിക്കെല്ലാം ദൈവമായിരുന്നു. എന്നിട്ടും കർത്താവ് എന്നെ ശ്രവിക്കുന്നില്ലെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ തന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴും യാതൊരു പരാതിയും വിരോധവും കാണിക്കാത്ത മാടപ്രാവിനെ പോലെ നിശബ്ദമായും ക്ഷമയോടെയും ഞാൻ എന്നെ ശക്തിപ്പെടുത്തി. സൂര്യൻ്റെ കഠിന ചൂടിലേക്ക് കുതിച്ചുയരാൻ ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ നീരാവിയിൽ തങ്ങി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ തളരുകയില്ല, എന്തെന്നാൽ അങ്ങിലാണ് ഞാൻ ആശ്രയിച്ചിരുന്നത്. ഓ, അങ്ങാണ് എൻ്റെ ശക്തി. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ഞാൻ കർത്താവിനോട് തീവ്രമായി യാചിച്ചു. എൻ്റെ വിരസമായ അനുദിന ജീവിതത്തിൽ മാനുഷികമായ മനോഭാവത്താലല്ല, ആത്മാവിനാൽ നയിക്കപ്പെടാൻ പ്രാർത്ഥിച്ചു. ഓ, എല്ലാ മനുഷ്യനെ എപ്രകാരം ലോകത്തിലേക്ക് ആകർഷിക്കുന്നു, എന്നാൽ ജീവസുറ്റ വിശ്വാസം ആത്മാവിനെ ഉന്നത തലങ്ങളിൽ തന്നെ സൂക്ഷിക്കുന്നു. സ്വാർത്ഥ സ്നേഹത്തിന് അതർഹിക്കുന്ന സ്ഥാനം തന്നെ നൽകുന്നു, അതായത് ഏറ്റവും താണ സ്ഥാനം. ഒരിക്കൽ കൂടി ഭയങ്കരമായ അന്ധകാരം എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. ഞാൻ മായാദർശനങ്ങൾക്ക് ഇരയാകുകയാണെന്ന് തോന്നി. പ്രകാശവും സമാധാനവും ലഭിക്കാൻ ഞാൻ കുമ്പസാരിക്കാൻ പോയി. എന്നാൽ അതൊട്ടും തന്നെ ലഭിച്ചില്ല. എനിക്കുണ്ടായിരുന്ന സംശയങ്ങളുടെ ആഴം കൂട്ടിക്കൊണ്ട് കുമ്പസാരക്കാരൻ എന്നെ പറഞ്ഞു വിട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്ത് ശക്തിയാണ് സിസ്റ്ററിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ദൈവമായിരിക്കാം, അല്ലെങ്കിൽ ദുഷ്ടാരൂപിയായിരിക്കാം. കൂട് വിട്ടു പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങി. എത്രമാത്രം ചിന്തിച്ചുവോ അത്രമാത്രം എൻ്റെ ആത്മാവ് അന്ധകാരത്തിൽ ആണ്ടുപോയി. ഈശോയെ, ഞാൻ എന്തു ചെയ്യണം? ഈശോ അലിവോടെ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. അങ്ങ് യഥാർത്ഥമായും ഈശോ തന്നെയാണോ? ഒരു വശത്ത് സ്നേഹത്താൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു, എന്നാൽ മറുവശത്ത് ഞാൻ ഭയപ്പെടുന്നു. എന്ത് പീഡനം! എനിക്കത് വർണ്ണിക്കാൻ വയ്യ. വീണ്ടും ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ എനിക്ക് ഉത്തരം ലഭിച്ചു. സിസ്റ്റർ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കുമ്പസാരത്തിനായി നീ എൻ്റെ അടുക്കൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഓ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും പറയുന്നതിന് തന്നെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു. എന്നിട്ടും എനിക്ക് ഈ ഉത്തരമാണ് കിട്ടിയത്. സിസ്റ്റർ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കുമ്പസാരക്കൂട് വിട്ടു പോരുമ്പോൾ 1000 പീഡകൾ എന്നെ ഞെരുക്കാൻ തുടങ്ങി. ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്നു പറഞ്ഞു, ഈശോയെ, എന്നെ രക്ഷിക്കുക. ഞാൻ എത്ര ബലഹീനയാണെന്ന് അങ്ങ് കാണുക. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു. വ്രതവാഗ്ദാനത്തിന് മുമ്പുള്ള ധ്യാനത്തിൽ ഞാൻ നിനക്ക് സഹായം നൽകും. ഈ വാക്കുകൾ വിശ്വസിച്ച് ആരോടും ഉപദേശം ആരായാതെ ഞാൻ മുന്നോട്ട് പോയി. എന്നാൽ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്തതിനാൽ ഈ സംശയങ്ങൾക്കെല്ലാം എന്നേക്കുമായി അറുതി വരുത്താൻ ഞാൻ തീരുമാനിച്ചുറച്ചു. അതിനാൽ നിത്യവ്രത വാഗ്ദാനത്തിന് മുമ്പുള്ള ധ്യാനത്തിനായി വളരെ ആകാംക്ഷയോടെ ഞാൻ കാത്തിരുന്നു. ധ്യാനത്തിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ കുമ്പസാരം കേൾക്കുന്ന വൈദികന് ജ്ഞാന വെളിച്ചം നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആ വൈദികൻ അതെ എന്നോ അല്ല എന്നോ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് എന്നേക്കുമായി സമാധാനം ലഭിക്കും എന്ന് ഞാൻ കരുതി. അതേസമയം ഇക്കാര്യങ്ങളെപ്പറ്റി കേൾക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടാകുമോ എന്നാലോചിച്ച് ഞാൻ ആകുലപ്പെട്ടുകൊണ്ടിരുന്നു. വീണ്ടും ഇതേപ്പറ്റി ചിന്തിക്കേണ്ടതില്ലെന്നും കർത്താവിൽ ആശ്രയിക്കാനും ഞാൻ തീരുമാനിച്ചു. ധ്യാന സമയത്ത് എന്ന വാക്ക് എൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞു. നാളെ രാവിലെ ധ്യാനത്തിനായി ഞങ്ങൾ ക്രാക്കോവിലേക്ക് പോവുകയാണ്. ഈ 5 മാസം അവിടുന്ന് എന്നിൽ വർഷിച്ച എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയാൻ ഞാൻ ഇന്ന് ചാപ്പലിൽ പ്രവേശിച്ചു. മഠാധികാരികളിൽ നിന്ന് ലഭിച്ച പരിപാലനകളെക്കുറിച്ചും കൃപകളെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ ഞാൻ വികാരാധീനയായി. എൻ്റെ മകളെ, സമാധാനമായിരിക്കുക.
ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. കുമ്പസാരക്കാരനിലൂടെയും മഠാധികാരികളിലൂടെയും ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. എന്നോട് സംസാരിക്കുന്ന രീതിയിൽ നിഷ്കളങ്കമായും വിശ്വാസത്തോടെയും ഫാദർ ആൻഡ്രാഷിനോട് സംസാരിക്കുക.